Hi, welcome to my next video. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 നെക്സ്റ്റ് തിയറം, that is divergence theorem. So, directly ക്ലാസ്സിലേക്ക്. So, divergence theorem പറയുന്ന ഇതാണ്, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡൈവ് എഫ് ഡി വി. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരണം, അതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. സോ ക്ലോസ്ഡ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിലിണ്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ഫുൾ സ്പിയർ ആവാം. അങ്ങനത്തെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന സോളിഡ്സ് ആണ് ഇവിടെ ജി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ക്ലോസ്ഡ് സോളിഡിന്റെ സർഫസ് ആണ് ഇവിടെ ഈ സിഗ്മ. ഇനി എൻ ക്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഡിനോട്ട്സ് എ യൂണിറ്റ് വെക്ടർ. So n cap denotes a unit outward drawn normal from the surface sigma. So ഇതൊക്കെയാണ് ഇതിലത്തെ നൊട്ടേഷൻസ്. അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവ് എഫ് ഡി വി. ഗ്രീൻസ് തിയറം പോലെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ഡൈവേർജൻസ് തിയറം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് ചെയ്തു വെക്കാവുന്നതാണ്. ഇനി ഈ ഡൈവേർജൻസ് തിയറത്തിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് ഇവാലുവേഷൻ ഓഫ് ഫ്ലക്സ് യൂസിങ് ഡൈവേർജൻസ് തിയറം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്ലക്സ്? ഈ ഡൈവേർജൻസ് തിയറത്തിൽ ഈ ലെഫ്റ്റ് സൈഡ് denotes the flux or the outward flux. So double integral over sigma f bar dot n cap ds ഇനിയാണ് നമ്മൾ ഒന്നെങ്കിൽ outward flux അല്ലെങ്കിൽ flux എന്ന് നമ്മൾ വിളിക്കുന്നത്. So let us start with the problem. So the first one, find the outward flux of the vector field f is equal to yi plus xj plus zk across the sphere x square plus y square plus z square equal to a square using divergence theorem. So ഇപ്പോൾ ഓർക്കുക, ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരു സോളിഡ് ക്ലോസ്ഡ് ആയിരിക്കണം. സോ കണ്ടോ, ഇവിടെ ഒരു ഫുൾ സ്പിയർ ആണ്, സോ ക്ലോസ്ഡ് ആണ്. സോ ദാറ്റ് മീൻസ് എനിക്ക് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് യൂസിങ് ഡൈവേർജൻസ് തിയറം. So I am going to start with the solution. So by divergence theorem, first of all write the statement. So Green's theorem ചോദിച്ചാലും divergence theorem ചോദിച്ചാലും first of all write the statement. വേറെ ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഴുതാ, it carries 1 mark. So double integral over sigma f bar dot n cap ds equal to triple integral over g dive f dv. So എനിക്കിവിടെ ചെയ്യേണ്ടത്, I have to evaluate this quantity, അതായത് ഫ്ലക്സ് കാണണം. സോ ഇത് ഫ്ലക്സ് കാണാനായിട്ട് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം? സോ ഡൈവ് എഫ് കാണണം. സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഡൈവ് എഫ്. സോ യു നോ ദ ഫോർമുല ഫോർ ഡൈവ് എഫ്. ഡൈവ് എഫ് എന്തായിരുന്നു? ഡൈവ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ്. സോ ഡൈവ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ്. സോ ഡെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസെഡ് ഡോട്ട് എഫ് ഈസ് വൈ ഐ പ്ലസ് എക്സ് ജെ പ്ലസ് ഇസെഡ് കെ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐയുടെ കോയിഫിഷ്യൻസ്, ജെയുടെ കോയിഫിഷ്യൻസ്, കെയുടെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇസെഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു derivative of y with respect to x is 0, derivative of x with respect to y is 0, and derivative of z with respect to z is 1. So dive f കിട്ടിക്കഴിഞ്ഞാൽ substitute in the formula for the divergence theorem. So ഞാൻ substitute ചെയ്യാണ്. So double integral over sigma f bar dot n cap ds equal to triple integral over g dive f is 1. Now ഏത് സ്റ്റേജിലാണോ ഡൈവ് എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതേ സെയിം സ്റ്റേജിൽ ഞാൻ ഡി വിക്ക്, വോളിയം എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷൻ ആണ്. സോ ഡി എക്സ്, ഡി വൈ, ഡി ഇസെഡ്. സോ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടേം കോൺസ്റ്റന്റ് ആണോ വേരിയബിൾ ആണോ എന്ന്. സോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടേം കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടേം കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഞാൻ ഇതേ സാധനം ഗ്രീൻസ് തിയറത്തിൽ പറഞ്ഞിരുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധനം കോൺസ്റ്റന്റ് ആണെങ്കിൽ, ടേം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ടേമിനെ പുറത്തേക്ക് എടുക്കുക. സോ പുറത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്താ വരുന്നത്? 1 ആയതുകൊണ്ട് ഇത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി എക്സ് ഡി വൈ ഡി ഇസെഡ്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി എക്സ് ഡി വൈ ഡി ഇസെഡ് എന്തിന്റെ ഫോർമുലയാണ്? വോളിയം. സോ ദാറ്റ് ഈസ് 1 ഇൻറ്റു വോളിയം ഓഫ് ദ സോളിഡ് ജി. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പിയർ. ദാറ്റ് ഈസ് 1 ഇൻറ്റു വോളിയം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ.
സോ വോളിയം ഓഫ് എ സ്പിയർ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. വോളിയം ഓഫ് എ സ്പിയർ എന്താണ്? 4/3 πr³. ഇവിടെ റേഡിയസ് ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ a ആണ്. സോ ഫൈനൽ ആൻസർ 4/3 πa³. I hope this is clear for everyone. So passing on to the next problem. So second one, use divergence theorem to find the outward flux of the vector field F is equal to 2xi plus 3yj plus z square k across a unit cube x equal to 0, x equal to 1, y is equal to 0, y is equal to 1, z equal to 0, z equal to 1. So ഈ ക്വസ്റ്റനും ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാൻ തന്നെയാണ് by using divergence theorem. So first of all, write the divergence theorem. So double integral over sigma f bar dot n cap ds equal to triple integral over g div f dv. So ഇതിലെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ തിയറം ആണ് ഫ്ലക്സ്. സോ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് div f. Now div f ഫോർമുല നമുക്കറിയാം, that is equal to del dot f. That is equal to I dou by dou x plus j dou by dou y plus k dou by dou z dot f is 2xi plus 3yj plus z square k. So നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. സോ മൾട്ടിപ്ലൈ ദ ith term, multiply the jth term, multiply the kth term. So that is dou by dou x of 2x plus dou by dou y of 3y plus dou by dou z of z square. So derivative എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x എന്ന് പറഞ്ഞാൽ 2, ഡോ ബൈ ഡോ y ഓഫ് 3y എന്ന് പറഞ്ഞാൽ 3, ഡോ ബൈ ഡോ z ഓഫ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2z. സോ ആൻസർ ഈസ് 5 പ്ലസ് 2z. സോ ഡൈവേർജൻസ് എഫിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഡൈവേർജൻസ് തിയറം. So substituting double integral over sigma f bar dot n cap ds equal to triple integral over g 5 plus 2ez dx dy dz. സോ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഏത് സ്റ്റെപ്പിലാണോ ഡൈവ് എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതേ സ്റ്റെപ്പിൽ തന്നെ ഡി വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ഓർക്കുക. അതായത് ഡി വിക്ക് ഡി എക്സ് ഡി വൈ ഡി സെഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി സ്റ്റാൻഡ്സ് ഫോർ ദ വോളിയം. സോ ആദ്യം തന്നെ നോക്കാം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ടേം കോൺസ്റ്റൻ്റ് ആണോ? കോൺസ്റ്റൻ്റ് ആവുമായിരുന്നെങ്കിൽ നമുക്കതിനെ പുറത്തേക്ക് എടുത്ത് ബാക്കി ഇൻറ്റു വോളിയം ഓഫ് ജി എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടേം 5 പ്ലസ് 2z കോൺസ്റ്റൻ്റ് അല്ല. സോ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഞാൻ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ലിമിറ്റ് കാണും. സോ ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് ലിമിറ്റ് ഓഫ് ജി കാണാണ്. സോ ലിമിറ്റ് ഓഫ് ജി കാണാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. ഈ ജി എന്ന സോളിഡിനെ കുറിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഇക്വേഷൻസ് ആണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം എടുത്തെഴുതുക. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 1. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിമിറ്റ് കാണാൻ വളരെ എളുപ്പമാണ്. കാരണം സ്ട്രേറ്റ് അവേ നമ്മളൊരു ഇക്വേഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എക്സിൻ്റെ വേരിയേഷൻ 0 to 1, വൈയുടെ വേരിയേഷൻ 0 to 1, ഇസഡിൻ്റെ വേരിയേഷൻ 0 to 1. പക്ഷേ ഞാനിവിടെ സ്ലൈറ്റ്ലി ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് കൂടി എഴുതിയാലും ഈ പ്രോബ്ലം ശരിയാണ്. പക്ഷേ ഇവിടെ ഇത്ര എളുപ്പമുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എളുപ്പമായിട്ട് ലിമിറ്റ് കാണാൻ പറ്റിയത്. പക്ഷേ ഇത്ര കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ആയിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ലിമിറ്റ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. സോ ആ ഒരു ക്വസ്റ്റ്യനും കൂടി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലിമിറ്റ് കാണുന്ന മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ ഇസഡിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ നിങ്ങൾ നല്ലോണം ഇക്വേഷൻസ് നോക്കുക. ഇക്വേഷൻസിലെ ഇസഡ് വേരിയബിളായിട്ട് വരുന്ന ഇക്വേഷൻസ് മാർക്ക് ചെയ്യുക. സോ ഞാൻ അതിനെ ഒരു സ്ക്വയറിലിട്ടു വേരിയബിളായിട്ട് വരുന്ന ഇക്വേഷൻസിനെ. ഇനി ആ രണ്ട് ഇക്വേഷനിൽ നിന്നും ഇസഡ് സോൾവ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓൾറെഡി ഇസഡ് സോൾവ് ആണ്, ഇസഡ് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ ഇസഡ് ഈക്വൽ ടു 1 സോൾവ് ആണ്. സോ ആ രണ്ടിൽ നിന്നും ഇസഡിൻ്റെ ലിമിറ്റ് എഴുതുക. ഇസഡ് വേരീസ് ഫ്രം 0 to 1. ഇസഡിന്റെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇസഡ് എന്ന വേരിയബിളിനെ കളയാണ്. അത് അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഇസഡ് എന്ന ഡയമെൻഷനെ കട്ട് ചെയ്യാണ്. സോ അതിന് വേണ്ടി ഞാൻ മാത്തമാറ്റിക്കലി ഐ വിൽ പുട്ടിങ് ഇസഡ് ഈക്വൽ ടു 0. അതായത് ഇസഡിന്റെ ലിമിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഏത് ലിമിറ്റ് ആണോ കിട്ടിയത് ആ വേരിയബിളിന് 0 കൊടുക്കുക ഇൻ ദ സ്റ്റാർട്ടിങ് ഇക്വേഷൻ. സോ എവിടെയൊക്കെ ഇസഡ് ഉണ്ടോ അവിടെ 0 കൊടുക്കണം. സോ ഫസ്റ്റ് ഇക്വേഷനിൽ ഇസഡ് ഇല്ല. സോ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 ആയിട്ട് നിൽക്കും. സെക്കൻഡ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 1 ആയിട്ട് നിൽക്കും. തേർഡ് ഇക്വേഷൻ y ഈക്വൽ ടു 0. ഫോർത്ത് ഇക്വേഷൻ y is equal to 1. ഫിഫ്ത്ത് ഇക്വേഷനിൽ z ഉണ്ട്. സോ 0 ഈക്വൽ ടു 0 എന്ന് വരും. സിക്സ്ത് ഇക്വേഷൻ 0 is equal to 1 എന്ന് വരും. Now 0 is equal to 0, 0 is equal to 1, it's not valid equation. സോ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യാണ്. സോ അതിനുശേഷം നമ്മൾ y ഉള്ള ഇക്വേഷൻസ് മാർക്ക് ചെയ്യാം.
സോ ആദ്യത്തെ ഇക്വേഷനിൽ y ഇല്ല, രണ്ടാമത്തെ ഇക്വേഷനിൽ y ഇല്ല, മൂന്നാമത്തെ ഇക്വേഷനിൽ y ഉണ്ട്. സോ ഞാൻ അതിനെ ബോക്സ് ചെയ്തു. നാലാമത്തെ ഇക്വേഷനിൽ y ഉണ്ട്, ഞാൻ അതിനെ ബോക്സ് ചെയ്തു. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും y സോൾവ് ചെയ്തെടുക്കാം. ഈ ഇക്വേഷൻസിൽ ഇപ്പോൾ ഓൾറെഡി y സോൾവ് ആണ്. സോൾവ് ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. സോ നമുക്ക് yയുടെ ലിമിറ്റ് കാണാം. സോ y വേരീസ് ഫ്രം 0 to 1. ഇനി വൈയുടെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഴയതുപോലെ തന്നെ വൈക്ക് 0 ഇട്ട് കൊടുക്കാം. വൈക്ക് 0 ഇട്ട് കൊടുക്കാം. സോ പുട്ട് y is equal to 0. പുട്ട് y is equal to 0. അങ്ങനെ വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻസ് എന്തായിട്ട് മാറും? x equal to 0, x equal to 1, y is equal to 0 means 0 equal to 0, 0 equal to 1. So 0 equal to 0 invalid equation ആയിട്ട് മാറി, 0 equal to 1 invalid equation ആയിട്ട് മാറി. അതിനുശേഷം എക്സ് വേരിയബിൾ ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ചൂസ് ചെയ്യുക. ഇവിടെ എക്സ് വേരിയബിൾ ആയിട്ട് രണ്ട് ഇക്വേഷൻ ആണുള്ളത്. സോ രണ്ടിൽ നിന്നും എക്സ് സോൾവ് ചെയ്തെടുക്കുക. രണ്ടിൽ നിന്നും എക്സ് സോൾവ് ആണ്. സോ എക്സിന്റെ ലിമിറ്റ് സെറ്റ് ചെയ്യുക എക്സ് ഫ്രം 0 to 1. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ലിമിറ്റ് കാണാനായിട്ട്? സോ ലിമിറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. എപ്പോഴും ഇസഡിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് തുടങ്ങുക, അതിനുശേഷം y, അതിനുശേഷം എക്സ്. ഇങ്ങനെ ഈ ഒരു ഓർഡർ കീപ്പപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മെജോറിറ്റി പ്രോബ്ലംസും സുഖമായിട്ട് തന്നെ ലിമിറ്റ് കാണാൻ പറ്റും. സോ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇന്റഗ്രൽ. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ 5 plus 2z 5 plus 2z. Now ഇവിടുത്തെ ലിമിറ്റ്, ഇവിടുത്തെ മൂന്ന് ലിമിറ്റും z varies from 0 to 1, y varies from 0 to 1, x varies from 0 to 1. ഇവിടുത്തെ മൂന്ന് ലിമിറ്റും കോൺസ്റ്റന്റ് ആണ്. ഈ മൂന്ന് ലിമിറ്റും സെയിം ആണ്. അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലത്തിൽ വലിയ വ്യത്യാസം വരത്തില്ല. പക്ഷേ ഈ ലിമിറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ എപ്പോഴും കഴിവതും ആദ്യത്തെ ഈ ഏറ്റവും ഉള്ളിലത്തെ ഇന്റഗ്രലിന് ഇസഡിന്റെ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ ഇസഡിന്റെ ലിമിറ്റ് 0 to 1, അതിനുശേഷം വൈയുടെ ലിമിറ്റ് കൊടുക്കുക 0 to 1, അതിനുശേഷം എക്സിന്റെ ലിമിറ്റ് കൊടുക്കുക 0 to 1. ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്റഗ്രേഷൻ തെറ്റുകൂടാണ്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഓർക്കേണ്ട കാര്യം ഞാൻ ഒന്നും കൂടി പറയാണ്. ലിമിറ്റ് കാണുമ്പോൾ ആദ്യം ഇസഡിന്റെ ലിമിറ്റ്, പിന്നെ വൈയുടെ ലിമിറ്റ്, പിന്നെ എക്സിന്റെ ലിമിറ്റ് കാണാം. ഇന്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ഉള്ളിൽ ഇസഡ് ലിമിറ്റ് കൊടുക്കുക, അതിനുശേഷം വൈയുടെ കൊടുക്കുക, അതിനുശേഷം എക്സിന്റെ കൊടുക്കുക. ഇനി ഏറ്റവും ഉള്ളിൽ ഇസഡ് ലിമിറ്റ് കൊടുത്തേക്കുന്നത് കൊണ്ട് ഉള്ളിൽ ഏത് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ കൊടുക്കണം? ഡി ഇസഡ്, അതിനുശേഷം ഡി വൈ, അതിനുശേഷം ഡി എക്സ്. ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ എങ്ങനെ കൊടുത്താലും വ്യത്യാസം വരില്ല, കാരണം ഈ മൂന്ന് ലിമിറ്റും കോൺസ്റ്റന്റ് ആണ്, സെയിം ആണ്. സോ ഇനി അതിനുശേഷം ഇനി ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഏറ്റവും ഉള്ളിലത്തെ ഇന്റഗ്രൽ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഇസഡ്, ദാറ്റ് ഈസ് 0 to 1, 0 to 1. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ 5z plus 2z square by 2 over the limit 0 to 1 dy dx. സോ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു പോകും. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 1, 0 to 1, 5 plus z square. സോ ഇസഡിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. സോ 5 plus 1, 6 എന്ന് വരും. സോ ഇവിടെ 6 dy dx. Now അടുത്ത ഇന്റഗ്രൽ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു y. സോ 6നെ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. 0 to 1 വൈയുടെ ഇന്റഗ്രൽ y, കോൺസ്റ്റന്റ് ഇന്റഗ്രൽ y ഓവർ ദ ലിമിറ്റ് 0 to 1 dx. So that is 6 into integral 0 to 1 dx. So the answer integrate ചെയ്യുമ്പോൾ comes to 6. I hope this problem is clear for everyone. Next problem. If S is any closed surface enclosing a volume V and vector F is equal to xi plus 2yj plus 3zk, show that double integral over S f bar dot n cap ds equal to 6v. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നോക്കണം, വളരെ സിമ്പിളാണ്. സോ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. പക്ഷേ ഇവിടെ എവിടെയും തന്നെ ഡൈവേർജൻസ് തിയറം എന്ന് സ്പെസിഫൈഡ് അല്ല. പിന്നെ എങ്ങനെ മനസ്സിലാവും ഡൈവേർജൻസ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്? സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സോളിഡ് അല്ലെങ്കിൽ നമ്മുടെ സർഫസ് ക്ലോസ്ഡ് ആയിരിക്കുമ്പോഴാണ്. സോ ഇവിടെ എസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ വോളിയം വി. കണ്ടോ? സോ ഇറ്റ്സ് എ ക്ലോസ്ഡ് സർഫസ്, വോളിയം ഈസ് ഓൾസോ ക്ലോസ്ഡ്. സോ നമുക്ക് അങ്ങനെ വിചാരിക്കാം നമ്മൾ ഡൈവേർജൻസ് തിയറം ആണ്. അല്ലെങ്കിൽ ഷോ ദാറ്റ് പാർട്ട് നോക്കി, അവിടെ ലെഫ്റ്റ് സൈഡ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ബാർ ഡോട്ട് എൻ ക്യാപ് ഡി എസ്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ ഡൈവേർജൻസ് തിയറം.
സോ അതുകൊണ്ട് നമുക്ക് ഐ എം ഗോയിങ് ടു അപ്ലൈ ദ ഡൈവേർജൻസ് തിയറം. സോ ആദ്യം തന്നെ ഡൈവേർജൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, അതിനുശേഷം കാൽക്കുലേറ്റ് ഡൈവ് എഫ്. So div f del dot f. So I dou by dou x plus j dou by dou y plus k dou by dou z dot xi plus 2yj plus 3zk. So dot product എടുക്കുമ്പോൾ i theta multiply ചെയ്യുക, j theta multiply ചെയ്യുക, k theta multiply ചെയ്യുക. So dou by dou x of x plus dou by dou y of 2y plus dou by dou z of 3z. So dou by dou x of x1, dou by dou y of 2y2, dou by dou z of 3z3. So answer is 5 plus 1 equal to 6. Now I am going to apply in divergence theorem. So double integral over sigma f bar dot n cap ds equal to triple integral over g div f is 6. ഞാൻ പറഞ്ഞു എപ്പോൾ നമ്മൾ ഡൈവ് എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ ഇവിടെ ചേഞ്ച് കൊടുക്കുക, ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ചാടി പിടിച്ച് ഇൻ്റഗ്രേഷൻ ചെയ്യരുത്. ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടേം കോൺസ്റ്റൻ്റ് ആണോ വേരിയബിൾ ആണോ. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഇതിനെ എനിക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് 6 ഇൻറ്റു വോളിയം ഓഫ് ജി, വോളിയം ഓഫ് ജി, വോളിയം ഓഫ് ദ സോളിഡ് ജി. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. ഈ സോളിഡ് എന്താണ് എൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് എസ് ഈസ് എനി ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ വോളിയം വി. അതായത് ഈ ക്വസ്റ്റ്യനിൽ ജിയുടെ ഷേപ്പ് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയുന്നുണ്ട് the given solid or the given surface is enclosing a volume capital V. So ഈ ഒരു വോളിയം ഓഫ് ജി, വോളിയം ഓഫ് ജി എന്തായിട്ട് മാറും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6V. വളരെ സിമ്പിളാണ് ചെയ്യാൻ, പക്ഷെ ഒത്തിരി പ്രാവശ്യം 3 മാർക്ക് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. സോ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഡൈവേർജൻസ് തിയറത്തിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് യു വിൽ ബി സീയിങ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.